നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകാരന് 15 ദിവസത്തെ സമയം കൂടി നൽകി മന്ത്രി വീണ ജോർജ്. 15 ദിവസത്തിനകം നിർമ്മാണം വേഗത്തിലാക്കിയില്ലെങ്കിൽ കരാർ റദ്ദാക്കി കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാട നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല. സേനാപതി ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റിനും ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ വിമർശനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവരെ നടപടിയെടുത്ത മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടെന്നും ബ്ലോക്ക് സെക്രട്ടറി സജി ജോസഫ്. ഭൂനിയമ ഭേദഗതി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള പദ്ധതിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനധികൃതമായി പണം സമ്പാദിക്കാനുള്ള ഉപാധിയെന്നല്ലാതെ പ്രശ്നം പരിഹരിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് TC വർഗീസ്. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകാരന് 15 ദിവസത്തെ സമയം കൂടി നൽകാൻ മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനം. 15 ദിവസത്തിനകം ആവശ്യത്തിന് ജോലിക്കാരെ നിയോഗിച്ച നിർമ്മാണം വേഗത്തിലാക്കിയില്ലെങ്കിൽ കരാർ റദ്ദാക്കി കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. പ്രതിദിനം 150 മുതൽ 200 വരെ ജോലിക്കാരെ നിയോഗിച്ച് നിർമ്മാണം വേഗത്തിലാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ OP ബ്ലോക്കുകളുടെ നിർമ്മാണ പുരോഗതി മന്ത്രി നേരിട്ട് വിലയിരുത്തി. 149 കോടി രൂപ കിഫ്ബി തുക ഉപയോഗിച്ചാണ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിലവിലെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യാൻ കിഫ്ബി തീരുമാനിക്കുകയും തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. കരാറുകാരൻ കോടതി സമീപിക്കുകയും അവരെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കരാറുകാർ നിർമ്മാണം തുടരുകയായിരുന്നു. എത്രയും വേഗം നിർമ്മാണം പൂർത്തീകരിച്ച മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ആശുപത്രിയുടെ സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആവശ്യത്തിന് ജോലിക്കാരെ നിയോഗിക്കുന്നുണ്ടോ എന്ന 15 ദിവസം നിരീക്ഷിക്കും. അതിനുശേഷം നിർമ്മാണ പുരോഗതി വിലയിരുത്തും. ഫെബ്രുവരി മാസത്തോടെ ഒരു ബ്ലോക്ക് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സാധനങ്ങൾ കൂടി റോ മെറ്റീരിയൽസ് കൂടി ഇവിടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കിഫ്ബിയും SPV ആയിട്ടുള്ള ഹൈറ്റ്സും പിന്നെ ഈ നിർമ്മാണ കമ്പനിയും ചേർന്നൊരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് വെച്ചിട്ടുള്ളത്. അങ്ങനെ സാധനങ്ങൾ ഇറക്കി കൊടുത്തിട്ടും ആവശ്യത്തിന് വർക്കേഴ്സിനെ വെക്കുന്നുണ്ടോ എന്നുള്ളത് ഈ 15 ദിവസത്തിനുള്ളിൽ അതുകൂടി ഒന്ന് നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻ്റ് വെച്ചിട്ട് തന്നെ 3-4 മാസങ്ങളായി. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഇതിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തും. തന്നെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ അത് ഇനി ഉള്ള ദിവസങ്ങളിൽ ഒരു ഫെബ്രുവരി മാസത്തിലെങ്കിലും നമുക്കത് പൂർത്തീകരിച്ച് ഒരു ബ്ലോക്ക് പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് കഴിയണമെന്നുള്ളതാണ് കാണുന്നത്. MM മണി MLA അധ്യക്ഷത വഹിച്ചു. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT കുഞ്ഞ്, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിജയകുമാരി S. ബാബു, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KN സതീഷ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ശരൺ ജോസഫ്, ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ EK ഖയസ്, ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സുകേഷ് രാജ്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VN വിനീത്, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സരുൺ ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ നെടുങ്കണ്ടം. ഒരു നാടിന്റെ ആരോഗ്യരംഗത്ത് തനതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോഴാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വാഴവര അർബൻ PHCയുടെ പുതിയ OP ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വാഴവര നഗര കുടുംബാരോഗ്യ കേന്ദ്രം കട്ടപ്പന നഗരസഭയുടെ തനതു ഫണ്ട് 75 ലക്ഷം രൂപയും ജലവിഭവ വകുപ്പ് മന്ത്രിയും ഇടുക്കി നിയോജക മണ്ഡലം MLAയുമായ റോഷി അഗസ്റ്റിൻ അനുവദിച്ച 30 ലക്ഷം രൂപയും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ 15ാം ധനകാര്യ കമ്മീഷൻ മുഖേന ഹെൽത്ത് ഗ്രാന്റ് 5.5 ലക്ഷം രൂപയും ഉപയോഗിച്ച് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. കൂടാതെ ആശുപത്രിക്കായി കട്ടപ്പന നഗരസഭ പുതിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനായി 23.2 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ OP ബ്ലോക്കിന്റെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു.
ആരോഗ്യരംഗത്ത് തനതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ ആണെന്ന് മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ അതിന്ന് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വന്നു. കെട്ടിട സൗകര്യങ്ങൾ വർദ്ധിച്ചു. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് നല്ല സ്കൂൾ. യോഗത്തിൽ കട്ടപ്പന നഗരസഭാ ചെയർമാൻ KJ ബെന്നി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മനോജ് മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസുകുട്ടി കണ്ണമുണ്ടയിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് KN, നാഷണൽ ഹെൽത്ത് മിഷൻ DPM ഡോക്ടർ ഖയാസ് EK, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി പാറപ്പായിൽ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഉമാദേവി, വിവിധ വാർഡുകളിലെ കൗൺസിലർമാർ, രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കട്ടപ്പന. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാടം നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല. ജീവിതത്തിനെ തുടർന്നുള്ള മുമ്പോട്ട് പോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി മാത്രമാണ് കൈവശമുള്ളത്. തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നാണ് കുടുംബങ്ങൾ പ്രധാനമായി മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒരു രാത്രി ഇരുണ്ടു വെളുത്തപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു നടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അടിമാലി മണ്ണിടിച്ചൽ ദുരന്തം സംഭവിച്ച ലക്ഷം വീട് പ്രദേശത്തെ 40-ലധികം കുടുംബങ്ങൾ. 44 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ബാക്കിയുള്ളവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കും മാറി. ജീവിതത്തിന്റെ തുടർന്നുള്ള മുന്നോട്ടുപോക്കിനായി വിവിധ ആവശ്യങ്ങൾ ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. 9ഓളം കുടുംബങ്ങളുടെ വീട് പൂർണ്ണമായി മണ്ണിടിച്ചിലിൽ തകർന്നു. അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമായി ഭൂമി എന്ന ആവശ്യം ഈ കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. വീട് സ്ഥലം എല്ലാം പോയി, ഉടുതുണി മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് അതുപോലെ തന്നെ ഒരു വീട് വെക്കാനുള്ള സംവിധാനം എങ്ങനെയെങ്കിലും ബന്ധപ്പെട്ട അധികാരികൾ സംവിധാനം, ഒരു 5 സെൻറ്റ് സ്ഥലവും ഒരു വീടും വെക്കാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നെ. അത് ഒരു ക്യാഷായിട്ട് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് ഒരു എന്തെങ്കിലും സംവിധാനം ചെയ്യണം. വീട്ടു സാമഗ്രികളും രേഖകളും സർട്ടിഫിക്കറ്റുകളും ഒക്കെ പൂർണ്ണമായി വീടില്ലാതായവർക്ക് നഷ്ടമായി കഴിഞ്ഞു. അവ തിരികെ എടുക്കുവാൻ സർക്കാർ ഇടപെടലുണ്ടാകണം. മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്ത് നിന്നും ക്യാമ്പിലേക്ക് മാറ്റിപ്പെട്ടിട്ടുള്ള കുടുംബങ്ങൾക്കും ആകുലതകൾ ഒഴിയുന്നില്ല. വിദഗ്ധ പരിശോധന നടത്തി പ്രദേശം വാസയോഗ്യമാണോ എന്ന് തിട്ടപ്പെടുത്തണമെന്നും ഇത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യമുയരുന്നു. വീടുകളിൽ നിന്നും മാറ്റപ്പെട്ടവർ വീട്ടുസാധനങ്ങളും മറ്റും വിവിധ ഇടങ്ങളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. തങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കണമെന്നതാണ് കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. വർഷങ്ങൾ കൊണ്ട് തങ്ങൾ സ്വരുക്കൂട്ടിയതെല്ലാം നിലച്ചിരിക്കാതെ ഇല്ലാതെ പോകുന്നതിന്റെ നിരാശയും വിഷമവും കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. സിറ്റി വിഷൻ, അടിമാലി. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 44 കുടുംബങ്ങളെയാണ് ലക്ഷം വീട് ഭാഗത്ത് നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ശേഷിക്കുന്നവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത്. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടമൊരുക്കാനുള്ള അടിയന്തര നടപടികളാണ് ഇനിയുണ്ടാവേണ്ടത്. അപ്രതീക്ഷിതമായി സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്നും അടിമാലി ലക്ഷം വീട് ഭാഗത്തെ കുടുംബങ്ങൾ ഇനിയും മുക്തരായിട്ടില്ല. കണ്ണടച്ചു തുറക്കും മുമ്പേ തങ്ങൾ ജീവിച്ചിരുന്നിടം ദുരന്ത ഭൂമിയായി മാറിയെന്ന് വിശ്വസിക്കാനും പലർക്കും കഴിയുന്നില്ല. പരസ്പരം ആശ്വസിപ്പിച്ചും നൊമ്പരം ഉള്ളിലൊതുക്കിയും മുന്നോട്ടു പോകാനായി വഴി തേടുകയാണ് കുടുംബങ്ങൾ. മണ്ണിടിച്ചൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 44 കുടുംബങ്ങളെയാണ് ലക്ഷം വീട് ഭാഗത്തു നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 38 കുടുംബങ്ങൾ അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ തുറന്നിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പിലും ബാക്കിയുള്ളവർ ബന്ധുമിത്രാദികളുടെ വീടുകളിലേക്കുമാണ് മാറിയിട്ടുള്ളത്. കത്തിപ്പാറ, വെള്ളത്തുവൽ ഭാഗങ്ങളിലെ വൈദ്യുതി വകുപ്പിന്റെ ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സുകളും മച്ചിപ്ലാവിലെ ലൈഫ് പാർപ്പിട സമുച്ചയത്തിലെ വീടുകളും കുടുംബങ്ങളുടെ താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുമെന്നായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. 9 വീടുകൾ പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും മണ്ണിടിച്ചിലിൽ തകർന്നിരുന്നു. പൂർണ്ണമായി തകർന്ന വീടുകളിൽ നിന്നും വീട്ടുസാധനങ്ങളോ രേഖകളോ ഒന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിന് സമീപത്തെ വീടുകളിൽ നിന്നും ആളുകൾ സാധന സാമഗ്രികൾ സുരക്ഷിത ഇടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ജീവിതം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പറിച്ചു മാറ്റപ്പെട്ടതിന്റെ ഞെട്ടൽ എല്ലാവർക്കുമുണ്ട്. വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവർക്കും മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് വീട് വാസയോഗ്യമല്ലാതായി തീർന്നവർക്കും കിടപ്പാടം ഒരുക്കണമെന്നുള്ള അടിയന്തര നടപടികൾ വൈകാതെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്
ദുരിതാശ്വാസ ക്യാമ്പിലെ കുടുംബങ്ങളുള്ളത്. സിറ്റി വിഷൻ, അടിമാലി. സേനാപതി ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റിനും ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ വിമർശനവുമായി ബോർഡ് അംഗം ബെന്നി ഇല്ലിമോട്ടിലും കോൺഗ്രസ് പ്രവർത്തകരും. ബിനോയിയെ ബാങ്ക് പ്രസിഡന്റാക്കിയത് DCCയുടെ തീരുമാനം അട്ടിമറിച്ച് ബിനോയ് അടക്കമുള്ളവരെ നടപടിയെടുത്ത മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടെന്നും വിവരം DCCയെയും KPCCയെയും അറിയിച്ചിരുന്നെന്നും ബ്ലോക്ക് സെക്രട്ടറി സജി ജോസഫ്. ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിന് ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് മറുപടി പറയണമെന്നും സജി ജോസഫ്. കഴിഞ്ഞ ദിവസമാണ് സേനാപതി സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ബാങ്ക് പ്രസിഡന്റിനെ അടക്കം നടപടിയെടുത്ത കാര്യം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അറിഞ്ഞില്ലെന്നും നടപടി പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് വ്യക്തമാക്കിയത്. ഇതിനു പിന്നാലെയാണ് ബ്ലോക്ക് കമ്മിറ്റിയിലെ ഭാരവാഹികളടക്കമുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയത്. ബിനോയി അടക്കമുള്ളവരെ നടപടിയെടുത്ത് മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടെന്നും ക്രിമിനൽ കേസിലെ പ്രതികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നതിന് ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് മറുപടി പറയണമെന്നും സജി ജോസഫ്. എനിക്ക് അത് ശക്തമായിട്ട് ഇത് പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ട്. കാരണം ഞാൻ ഇന്ന് ഈ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയിലുള്ള 80% ഭാരവാഹികളെയും ഞാൻ കോണ്ടാക്ട് ചെയ്ത വ്യക്തിയാണ്. അവരാരും ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. ഈ പ്രതികളുടെ കൂടെ ഇതിപ്പോൾ ക്രിമിനൽ കേസിലെ പ്രതികളുടെ കൂടെ നിന്ന് പുള്ളി ഇത്ര ആർജവമായിട്ട് ഇത് അറിഞ്ഞിട്ടില്ല, ഇതിന് മുന്നോട്ട് അത് കേട്ട് വേണം. ആ രീതിയിൽ പറയാൻ മാത്രം പുള്ളി എന്താണ് ഇവരുമായിട്ട് എന്ത് അച്ചാരമാണ് വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയില്ല. രണ്ടാമത്തെ കാര്യം, ഇത് മണ്ഡലം കമ്മിറ്റിയിലെ കമ്മിറ്റി കൂടി 100% ആൾക്കാരും ഈ തീരുമാനം വരെ പുറത്താക്കണമെന്ന് 100% ആൾക്കാരും മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ഒപ്പിട്ടതിന് ശേഷം ജില്ലാ കമ്മിറ്റിയും KPCCയുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഇവരെ പുറത്താക്കിയിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. നിങ്ങളും അന്വേഷിച്ച് നോക്കുക നിജസ്ഥിതി എന്താണെന്നുള്ളത്. ഇത് ചുമ്മാ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പാർട്ടിയെ നശിപ്പിക്കുന്ന രീതിയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MB ജോസിന്റെ പക്കൽ നിന്ന് കാണാൻ കഴിയുന്നത്. ബാങ്ക് തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായി തീരുമാനിച്ചത് ബെന്നി ഇല്ലിമോഡിനെയാണ്. അത് തീരുമാനിക്കുന്ന കമ്മിറ്റിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് MB ജോസ് പങ്കെടുത്തിരുന്നെന്നും എന്നാൽ അതിനുശേഷം നടന്ന അട്ടിമറി നടത്തിപ്പായാണ് ബിനോയ് പ്രസിഡന്റായത്. അതിനെതിരെ പരാതി നൽകിയിട്ടും പാർട്ടിയിൽ ഇടപെടലുണ്ടായിട്ടില്ലെന്നും സജി. മാങ്ങാത്തൊട്ടി മിൽമയിൽ വെച്ച്, അതായത് ബാങ്ക് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുമ്പ് 1 മണിക്കൂർ മുമ്പ് മാങ്ങാത്തൊട്ടി മിൽമയിൽ വെച്ചൊരു യോഗം ചേരുകയും അതിൽ ജില്ലാ പ്രസിഡന്റിൻ്റെ കത്ത് അവിടെ ഔദ്യോഗികമായിട്ട് വായിക്കുകയും അത് ആ മീറ്റിങ്ങിൽ ഔദ്യോഗികമായിട്ട് പങ്കെടുത്ത ഒരാളാണ് MB ജോസ്, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് എന്ന് പറയുന്ന MB ജോസ്. അദ്ദേഹത്തിൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ പ്രസിഡൻ്റായിട്ട് ബെന്നി എബ്രഹാമിനെയും വൈസ് പ്രസിഡൻ്റായിട്ട് കേരള കോൺഗ്രസിൻ്റെ MJ കുര്യനെയും നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാവർക്കും ജില്ലാ പ്രസിഡന്റിൻ്റെ ലെറ്ററും കൊടുത്ത് അവരെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പറഞ്ഞു വിട്ടു. അവിടെ വെച്ച് ഫോൺ കോളുകളിലൂടെയും പെട്ടെന്ന് അട്ടിമറിച്ച് രണ്ടാമത് ബിനോയ് വേമ്പനി എന്നയാൾ നോമിനേഷൻ കൊടുക്കുകയും ഈ ഘടകകക്ഷിയിലെ കുര്യനും അതുപോലെ തന്നെ കൂടെയുള്ള ഒരാളും കൂടെ ചേർന്ന് വോട്ടട്ടിമറിച്ച് ബിനോയിനെ പ്രസിഡൻ്റായിട്ട് അവിടെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം പല കമ്മിറ്റികളിലും ഞങ്ങളിതിനെതിരെ, കാരണം ഇവരുടെ പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും ഈ നിലവിൽ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ബിനോയ് വേമ്പനി. സേനാപതിയിലെ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം ഗദറിട്ട കമ്മ്യൂണിസ്റ്റുകളാണെന്നും മുൻ ബാങ്ക് പ്രസിഡന്റ് ജെയിംസ് തെങ്ങുംകുടി പകൽ കോൺഗ്രസും രാത്രിയിൽ CPIM-ഉമാണെന്നും CPI സംസ്ഥാന കമ്മിറ്റി അംഗം CU ജോയ്. ജെയിംസ് തെങ്ങുംകുടി പറയുന്ന വാക്കുകൾ ഏറ്റുപറയുന്ന ആള് മാത്രമാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സജി ജോസഫിനൊപ്പം ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ബിജു രമേശ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചിറ്റക്ക, ബാങ്ക് ബോർഡ് മെമ്പർ ബെന്നി ഇല്ലിമൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. സേനാപതി ബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ട്രയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിശദീകരണവുമായി ആരോപണ വിധേയനായ ബാങ്ക് ബോർഡ് മെമ്പർ ബെന്നി ഇല്ലിമൂട്ടിൽ ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവർ ഗുണ്ടായിസം കാണിക്കുകയാണെന്നും താൻ ട്രയൽ നടത്തുന്നില്ലെന്നും പണം തിരികെ കൊടുത്താൽ എപ്പോൾ വേണമെങ്കിലും നടത്തിപ്പ് കരാർ ഒഴിയാൻ തയ്യാറാണെന്നും ബെന്നി പറഞ്ഞു. അതേസമയം തന്നെ ക്രൂരമായി മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നും പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബെന്നി ആരോപിച്ചു. 2023 വരെ
താനാണ് ട്രയൽ നടത്തി വന്നിരുന്നത്. അതിനുശേഷമാണ് നിലവിലെ നടത്തിപ്പുകാരൻ കൊട്ടേഷൻ എടുക്കുന്നത്. നടത്തിപ്പുകാരനെ ഒഴിവാക്കുന്നതിന് മുമ്പ് ഡിപ്പോസിറ്റ് തുക തിരികെ നൽകണമെന്ന നിലപാടെടുത്ത താൻ അയാൾക്കൊപ്പം നിന്നതിനാലാണ് തന്നെ മർദ്ദിച്ചതെന്നും മർദ്ദനത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിഞ്ഞിട്ടും ദിവസങ്ങൾ കഴിഞ്ഞാണ് പോലീസ് കേസെടുത്തത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്നും ബെന്നി ആരോപിക്കുന്നു. അടിച്ച് കൈയും കാലും എല്ലാം ഒരുപാട് പരിക്കുണ്ട്, തലയ്ക്കും കണ്ണിനും എല്ലാം ഭയങ്കര പരിക്കുണ്ട്. ഞാൻ 5 ദിവസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്നും ഇൻറ്റിമേഷൻ കൊടുത്തിട്ടും അത് മൊഴിയെടുക്കാൻ പോലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായി യാതൊരു ശ്രമമില്ല. 3 ദിവസത്തിന് ശേഷമാണ് അവസാനം ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മൊഴി വരെ എടുക്കാൻ വരുന്നത്. അപ്പോൾ അത്രയും സ്വാധീനമായ രീതിയിൽ മുൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ അന്ന് ഒന്നിച്ച് പ്രവർത്തിച്ച ഈ സ്റ്റോറിൻ്റെ ആരും എടുക്കാനില്ലായിരുന്നപ്പോൾ ആ സ്റ്റോറ് ആദ്യം ഒരു 2019 തുടങ്ങി 2023 വരെ ഈ സ്റ്റോർ നടത്തിയയാൾ ഞാനാണ്. അതിനുശേഷം വിളിച്ച കൊട്ടേഷനിലാണ് ഈ വിപിൻ വടക്കേക്കര എന്നയാളുടെ വ്യക്തിക്ക് ഈ ഇത് കൊടുക്കുന്നത്. അപ്പോൾ ആ പുള്ളിക്ക് അന്ന് ഷെയർ ആവശ്യപ്പെട്ടു. ഷെയറിന് ഞാൻ തന്നെ നടത്തുന്ന പോലെ തന്നെ നടത്തിക്കോളാം പറഞ്ഞു. അപ്പോൾ അന്നത്തെ ഭരണസമിതി പൂർണ്ണ സപ്പോർട്ട് എനിക്കായിരുന്നു. അപ്പോൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നോട് നടത്താൻ പറഞ്ഞു. ഞാനത് നടത്തിക്കൊണ്ടിരുന്നു. തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണമാണ് CPI നേതാവായ CU ജോയി ഉന്നയിച്ചത്. അതിനെതിരെ താൻ നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ജെയിംസ് തെങ്ങുംകുടിയുമായി അനധികൃത ഇടപാടുകൾക്ക് CU ജോയിക്ക് ബന്ധമുണ്ടെന്നും അതിനാലാണ് ഇത്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും ബെന്നി പറഞ്ഞു. ആയിരിക്കും. അതിപ്പോൾ ഈ ജെയിംസ് തെങ്ങുംകുടി പറയുന്നത് കേട്ട് ഏറ്റു പറയുന്ന ഒരു വ്യക്തിയെ കാണുന്നുള്ളൂ, CU ജോയിനെ. അത്രേ ഞങ്ങൾ കാണുന്നുള്ളൂ. പുള്ളിയുടെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്ന ആളായിരിക്കും തെങ്ങുംകുടി. അപ്പോൾ തെങ്ങുംകുടിക്ക് പറ്റുന്ന സാമ്പത്തിക കാര്യങ്ങളിലും മറ്റ് അനധികൃതമായിട്ടുള്ള സ്വത്ത് സമ്പാദനത്തിനെല്ലാം ഈ പറയുന്ന CU ജോയിക്ക് പങ്ക് കാണും. അല്ല, ഇപ്പോൾ അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ ഈ കാര്യത്തിൽ. എൻ്റെ പേര് പരസ്യമായിട്ട് അവിടെ വാർത്താ സമ്മേളനത്തിൽ ഒരു ജില്ലാ നേതാവ്, CPIയുടെ ജില്ലാ നേതാവ് കാര്യങ്ങൾ പഠിച്ചും പറഞ്ഞും വ്യക്തമായിട്ട് പറയണ്ടേ. ബാങ്ക് നേരിട്ട് നടത്തുന്നതിന് വേണ്ടിയാണ് ട്രയൽ ഏറ്റെടുക്കുന്നതെന്നാണ് പ്രസിഡന്റ് അടക്കമുള്ളവരുടെ വാദം. എന്നാൽ അതിനു മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നും നിലവിലെ കരാറുകാരന് ഡെപ്പോസിറ്റും യന്ത്രസാമഗ്രികളുടെ വിലയും നൽകിയാൽ എപ്പോൾ വേണമെങ്കിലും അയാൾ ഒഴിവാകും. യന്ത്രസാമഗ്രികളുടെ വിലയടക്കം AR നേരിട്ടെത്തി പരിശോധന നടത്തി നിശ്ചയിച്ച 10 ദിവസത്തെ അവധിയും നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും കൊടുക്കാതെ ഗുണ്ടായിസത്തിൽ കരാറുകാരനെ ഒഴിവാക്കുന്നതിനാണ് ശ്രമമെന്നും നിയമ പോരാട്ടം തുടരുമെന്നും ബെന്നി വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. ഭൂനിയമ ഭേദഗതി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള പദ്ധതിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനധികൃതമായി പണം സമ്പാദിക്കാനുള്ള ഉപാധിയെന്നല്ലാതെ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കാൻ അല്ല ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത്. കൊള്ളയടിക്കാൻ മാത്രമായിട്ടുള്ള പദ്ധതിയുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന് BJP ജില്ലാ പ്രസിഡന്റ് TC വർഗീസ്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം രാജകുമാരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയെ വനമാക്കുവാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായി ഇവിടുത്തെ കുറെ പരിസ്ഥിതി പ്രേമികളും ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം ചേർന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ തല്ലിയോടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ എല്ലാ തരത്തിലും കബളിപ്പിച്ച് ആൾക്കാരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികൾ മാത്രമാണ് തയ്യാറാക്കുന്നത്. കഴിഞ്ഞ 9 വർഷം മിണ്ടാതെയിരുന്ന ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ ഭൂപതിവ് നിയമ ഭേദഗതിയുടെ പേരിൽ തട്ടിപ്പുമായി വന്നിരിക്കുന്നു. ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള പദ്ധതി എന്നല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനധികൃതമായി പണം സമ്പാദിക്കാനുള്ള ഉപാധി എന്നല്ലാതെ സാധാരണക്കാരന്റെ പ്രശ്നം പരിഹരിക്കാനല്ല ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നതെന്നും BJP ഇടുക്കി ജില്ലാ പ്രസിഡന്റ് TC വർഗീസ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണത്തിനും അഴിമതിക്കുമെതിരെ BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം രാജകുമാരി ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതേഷ്ടം ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒരു പദ്ധതി എന്നല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അനധികൃതമായിട്ട് പണം സമ്പാദിക്കാനുള്ള ഉപാധിയൊന്നുമല്ലാതെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലാതെ നിലനിൽക്കുന്ന നിർമ്മാണ നിരോധനം മാറ്റി ജില്ലയിൽ ഇതേഷ്ടം ആൾക്കാർക്ക് ഉപാധിരഹിത പട്ടയം നൽകിക്കൊണ്ട് പ്രശ്നങ്ങളെ പരിഹരിക്കാനോ അല്ല ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ഇത് കൊള്ളയടിക്കാൻ മാത്രമായിട്ടുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് വന്നിട്ടുള്ളത്.
രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ ദുർഭരണവും അഴിമതിയും സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടും 11 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി BJP രാജകുമാരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ നടുമറ്റത്തു നിന്നും ആരംഭിച്ച വാഹന പ്രചരണ ജാഥ രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച രാജകുമാരി ടൗണിൽ സമാപിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലൻ തെക്കേരിക്കൽ നയിച്ച വാഹന പ്രചരണ ജാഥയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ കുമാർ, മണ്ഡലം പ്രസിഡന്റ് KP അനീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി സജിമോൻ, അരുൺ അമ്പാടി, അജയകുമാർ, രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. പോക്സോ കേസിലെ പ്രതിയെ CPIM-ഉം പോലീസും ചേർന്ന് സംരക്ഷിക്കുകയാണെന്നാരോപിച്ച് BJP നേതൃത്വം രംഗത്ത്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ ഭാര്യയ്ക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ രാഷ്ട്രീയവൽക്കരിച്ച BJP സംഘപരിവാർ പ്രവർത്തകരെ കള്ളക്കേസിൽ കൊടുക്കുകയാണെന്നും BJP നേതാക്കൾ ആരോപിക്കുന്നു. ഭാര്യയ്ക്ക് മോശം മെസ്സേജ് അയച്ചത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവത്തെ ഫോറസ്റ്റ് കേസുമായി ബന്ധപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരിക്കുകയാണ്. പെൺകുട്ടി നേരിട്ട് പരാതി നൽകിയിട്ടും HRTT യൂണിയൻ നേതാവിനെതിരെ നടപടി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. DYFIയുടെ മുൻ പ്രവർത്തകനായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് CPIM-ന് സഹായങ്ങൾ ചെയ്യുന്നതെന്നും ജില്ലാ സെക്രട്ടറി C സന്തോഷ് കുമാർ. വളരെ മോശമായി ഇടപെട്ടതിൻ്റെ പേരിൽ, പെൺകുട്ടിയോട് ഇടപെട്ടതിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ അനിയനും ചോദിച്ചതിൻ്റെ പ്രശ്നമാണ് ഇത്തരത്തിൽ വഷളാക്കിയിരിക്കുന്നത്. അവിടെ ഇതിനു മുമ്പായിട്ട് ഒരു ഫോറസ്റ്റ് കേസ് ഉണ്ടായിട്ടുണ്ട്. ആ ഫോറസ്റ്റ് കേസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ വഴക്കുണ്ടായതെന്നും കയ്യേറ്റ ശ്രമം ഉണ്ടായതുമെന്നുമാണ് ഇപ്പോൾ പ്രതി സൂചിപ്പിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ ഈ ചോദിക്കാൻ ചെന്ന പ്രവർത്തകരെ പോലീസിൻ്റെ ഒത്താശയോടുകൂടി, ഭരണത്തിൻ്റെ പിൻബലത്തോടുകൂടി തന്നെ അവർ അകത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ പോക്സോ കേസ് പെൺകുട്ടി നേരിട്ട് ചെന്ന് മൊഴി കൊടുത്തിട്ടും ഇവിടുത്തെ CI, ശാന്തൻപാറ സ്റ്റേഷനിലെ CI ഒരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. അവിടെ ഒരു മുൻ DYFIയുടെ പ്രവർത്തകനായിരുന്ന ഒരു പോലീസുകാരനുണ്ട്. അദ്ദേഹമാണ് ഇവർക്ക് CPM-ന് എല്ലാവിധ കാരണങ്ങളും ചോർത്തി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതേ നിലപാടാണ് CPIM സംസ്ഥാനത്താകെ നടത്തുന്നതെന്നും പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും മഹിളാ മോർച്ച അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നും BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീനഗരി രാജനും പറഞ്ഞു. അപ്പോൾ അത് വിവാഹത്തിന് മുമ്പ് പീഡിപ്പിച്ചു, അന്ന് ബാലികയായിരുന്നു അല്ലെങ്കിൽ കുമാരിയായിരുന്നു. വിവാഹത്തിന് ശേഷവും അതിനെ പുറകെ നടന്ന് ചെയ്തത്. ഇതാണ് CPM ഇപ്പോൾ കേരളത്തിൻ്റെ പല പ്രദേശം നേതാക്കന്മാർക്ക് വേറെ പണിയില്ലല്ലോ, CPM നേതാക്കന്മാർക്ക്. അപ്പോൾ അവരാണ് ചെയ്തുകൊണ്ടിരുന്നത് പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ട് പോലീസ് നിയമം ലംഘിച്ചാൽ ശക്തമായ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ പോകും. ബഹുജന പ്രക്ഷോഭമായിട്ടും മഹിളാ മോർച്ച അടക്കമുള്ള നമ്മുടെ സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ശക്തമായ സമരം ശാന്തൻപാറയിലും പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞങ്ങൾ അരങ്ങേറും. അതാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത്. ശാന്തൻപാറയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ C സന്തോഷ് കുമാർ, ശ്രീനഗരി രാജൻ എന്നിവർക്കൊപ്പം നിയോജക മണ്ഡലം പ്രസിഡന്റ് KP അനീഷ്, VS സജിമോൻ, NB ശശിധരൻ, KD അജയകുമാർ, അരുൺ അമ്പാടി, ബിജു കോട്ടയിൽ, ബിനു അമ്പാടി, ശശീന്ദ്രൻ കുരുവിക്കാട്, ബിനോയ് ആനിക്കാട്ട്, ബാലൻ തെക്കേരിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, പൂപ്പാറ. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ കരിമല ടൂറിസം പദ്ധതിയുടെയും വയോജന ബാലസൗഹൃദ പഞ്ചായത്തിന്റെയും പ്രഖ്യാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തിയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുന്നതാണ് കരിമല ടൂറിസം പദ്ധതി. സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ 1 ഏക്കർ സ്ഥലത്താണ് ഗ്ലാസ് ബ്രിഡ്ജ് അടക്കമുള്ള വിനോദ സംവിധാനങ്ങൾ ഒരുക്കി പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ശിലാസ്ഥാപനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. അതോടൊപ്പം കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിനെ വയോജന ബാലസൗഹൃദ പഞ്ചായത്തായും മന്ത്രി പ്രഖ്യാപിച്ചു. എല്ലാ മേഖലയിലും തൊട്ടുകൊണ്ടാണ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിന്റെ വികസനമെന്നും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വൈവിധ്യമാർന്ന വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. അതിന് കാരണം സർക്കാർ സാമ്പത്തികമായും അല്ലാതെയും നൽകുന്ന പിന്തുണയാണെന്നും മന്ത്രി പറഞ്ഞു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സ്വാഗത പ്രസംഗത്തിൽ സാമാന്യം വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്.
ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. മികച്ച പ്രവർത്തനം നടത്തിയ കൊന്നത്തൊടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റ് രമ്യ റനീഷിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ് അധ്യക്ഷത വഹിച്ചു. ടി പി മൽക്ക സ്വാഗതം ആശംസിച്ചു. എൻ ബി ബേബി, ഷാജി കാഞ്ഞമല, അച്ചാമ ജോയി, വി കെ സലീം, അനീഷ് ബാലൻ, റാണി പോൾസൺ, ടി കെ കൃഷ്ണൻ, എൻ എൻ വിജയൻ, വി എൻ ബേബി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ കൊന്നത്തടി. ഇനി ചെറിയൊരിടവേള. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ICDS സൂപ്പർവൈസറെ വിളിച്ചു വരുത്തി ശകാരിച്ചതിനെ തുടർന്ന് സൂപ്പർവൈസർ കൊഴിഞ്ഞു വീണെന്ന തരത്തിൽ മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റനീഷ്. കമ്മിറ്റിയിലേക്ക് സൂപ്പർവൈസർ തനിയെ എത്തിയതാണെന്നും തിരികെ പോകും വഴി ഷുഗർ കുറഞ്ഞതാണ് കൊഴിഞ്ഞു വീഴാൻ കാരണമെന്നും അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നും രമ്യ റനീഷ് പറഞ്ഞു. യഥാർത്ഥത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയിലേക്ക് നമ്മൾ അവരെ ക്ഷണിച്ചിരുന്നില്ല. 2 മണിക്ക് നിർവഹണ ഉദ്യോഗസ്ഥരുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം മാത്രമാണ് പഞ്ചായത്തിൽ നിന്നും ICDS സൂപ്പർവൈസർക്ക് കൊടുത്തത്. എന്നാൽ ഒരു പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരികയും ടെൻഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംശയമുള്ളതിനാൽ ഇവിടെ ഇരിക്കാൻ അനുവാദം തരണമെന്നും പറഞ്ഞാണ് കമ്മിറ്റിയിൽ വന്നത്. അവരുടെ ടെൻഡർ എടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ നിലവാരം കുറഞ്ഞ, ഏറ്റവും പൈസ കുറഞ്ഞ രീതിയിലാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ടെൻഡറിൽ പങ്കെടുക്കുന്ന ആൾക്ക് തന്നെയാണ് പഞ്ചായത്ത് കമ്മിറ്റി അംഗീകാരം കൊടുക്കേണ്ടത്. പക്ഷേ എന്ത് സ്പെസിഫിക്കേഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? പ്രത്യേകിച്ച് 52 അങ്കണവാടിയിലേക്കുള്ള സാധനങ്ങളാണ്. അതാണ് പഞ്ചായത്ത് കമ്മിറ്റി അതിനെ ഗൗരവമായി കണ്ടത്, മറ്റേതെങ്കിലും വിഭാഗത്തിലേക്കല്ല. എന്നാൽ എന്ത് സ്പെസിഫിക്കേഷൻ കൊടുത്തു എന്ന് ചോദിച്ചാൽ സ്പെസിഫിക്കേഷൻ കൊടുക്കാൻ അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. പ്ലാനുകാർക്ക് പറയുന്നു വളരെ കൃത്യമായി ഞാനത് പറഞ്ഞു കൊടുത്തതാണ്, അത് ചെയ്യാതിരുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ടെൻഡർ വന്നിരിക്കുന്നത് എന്ന്. അവരെഴുതിക്കൊണ്ട് വന്നിരിക്കുന്ന സാധനം TA ആയിരിക്കുന്ന ആൾ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ആയിരിക്കുന്ന ആൾ ചെയ്തതിനകത്തുള്ള പിഴവാണ് എന്നൊരു കമ്മിറ്റിയെ ബോധിപ്പിച്ചു. സ്വാഭാവികമായും ആ സമയത്ത് തന്നെ അവർ കരയാൻ തുടങ്ങിയിരുന്നു. അവരോട് കരയേണ്ടായെന്നും ഇതിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിഴവ് പഞ്ചായത്ത് പരിശോധിക്കാമെന്നും നിങ്ങൾ മാത്രമല്ല ഇതിനകത്ത് ഉത്തരവാദി എന്ന് പഞ്ചായത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമ്മൾ അവരോട് വിശദീകരിച്ചതാണ്.
അപ്പോൾ സ്വാഭാവികമായി സാമൂഹ്യ നമ്മൾ പറയുന്നത് ഇതിന് മറുപടി പറയേണ്ട ആൾ താങ്കളല്ല, അതുകൊണ്ട് താങ്കൾ പോയിക്കോളൂ, ഇനി 1 മണിക്കൂർ ഇവിടെ ഇരുന്ന് വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു വിട്ട ആളാണ്. യഥാർത്ഥത്തിൽ ഒരു ഷുഗർ പേഷ്യൻ്റാണ്, നിലവിൽ മരുന്ന് കഴിക്കുന്ന സാഹചര്യമാണുള്ളത്. അവരുടെ കണ്ണിന് കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തിയിട്ടാണ്, ലേസർ ചികിത്സ നടത്തിയിട്ടാണ് അവർ വന്നത്. ഇതെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് അവരെ പോകാൻ നമ്മൾ സമ്മതിക്കുകയും ചെയ്തത്. പോയ വഴിക്ക് ഷുഗർ താഴ്ന്നു പോയി എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. കേരള കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക, UDF-നെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരള കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നടത്തി. ഓഫീസ് ഉദ്ഘാടനവും തുടർന്ന് നടന്ന കൺവെൻഷനും ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പുതുതായി അംഗത്വമെടുത്ത അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും നടത്തി. ഇപ്പം കൈയും കാലുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന റോട്ടിൽ കൂടെ നടക്കുകയാണ്, ഞങ്ങളോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്കറിയാം പല മതവിശ്വാസികളുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് പേടി എന്താണെന്നറിയാം, പള്ളിയുടെ നേർച്ചപ്പുറം. മണ്ഡലം പ്രസിഡന്റ് CB കൊച്ചുവള്ളാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഹൈപ്പവർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് തോമസ് പെരുമന മുഖ്യപ്രഭാഷണം നടത്തി. കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, വനിതാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷൈനി സജി, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസ് പൊട്ടംബ്ലാക്കൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ചാക്കോ നടുക്കുടി, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു പി ജോൺ, ജില്ലാ വൈസ് പ്രസിഡന്റ് MJ കുര്യൻ, ജില്ലാ കമ്മിറ്റി അംഗം PD ദേവസ്യ, നിയോജക മണ്ഡലം സെക്രട്ടറി OS ജോസഫ്, തൊടുപുഴ നിയോജക മണ്ഡലം സെക്രട്ടറി ബ്ലെയ്സ് G വാഴയിൽ എന്നിവർ പ്രസംഗിച്ചു. നിരവധി സ്ത്രീകളും കൺവെൻഷനിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആചരിച്ചു. ക്ഷേത്രം മേൽശാന്തി M പുരുഷോത്തമൻ ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നൂറുകണക്കിന് ഭക്തരാണ് സ്കന്ദഷഷ്ഠി ആചരണത്തിൽ പങ്കെടുത്തത്. ശക്തിയുണ്ടോ ഞങ്ങൾക്കിന്ന് ഇഷ്ടവരം തന്നിടേ. കാർത്തിക മാസത്തിലെ സ്കന്ദഷഷ്ഠി ദിനത്തിലാണ് ശൂരസേന സംഹാരം നടത്തി സുബ്രഹ്മണ്യ ഭഗവാന് ദേവസേന ആധിപത്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം വ്രതമെടുത്ത സുബ്രഹ്മണ്യ പൂജ, പഞ്ചാമൃതാഭിഷേകം എന്നിവ നടത്തുന്നതിലൂടെ ദേവപ്രീതിയുണ്ടാവുകയും കുടുംബശ്രേയസ് വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇതിന്റെ ഭാഗമായിട്ടാണ് രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ സ്കന്ദഷഷ്ഠി ആചരിച്ചത്. ഭഗവാന്റെ അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തരാണ് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും എത്തിയത്. ക്ഷേത്രം മേൽശാന്തി M പുരുഷോത്തമൻ ശാന്തികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജ്യോതിഷൻ സതീഷ് ശാന്തികൾ, മോഹനൻ ശാന്തികൾ, രതീഷ് ശാന്തികൾ, മണികണ്ഠൻ ശാന്തികൾ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് B സാബു, വൈസ് പ്രസിഡന്റ് VS ബിജു, സെക്രട്ടറി KP സജീവ് എന്നിവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ, രാജാക്കാട്. വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് മണ്ഡലത്തിന്റെ വാർഷിക സമ്മേളനമാണ് സംഘടിപ്പിച്ചത്. രാജകുമാരി മാർ ബെസോലിയോസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റോയി ചാത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിച്ചവരുടെ ദുരിതങ്ങൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ സംസ്ഥാന സർക്കാരിന്റെ മുൻപിൽ എത്തിക്കുക, പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി യൂണിറ്റ് മണ്ഡല സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് മണ്ഡലത്തിന്റെ വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചത്. രാജകുമാരി മാർ ബെസോലിയോസ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച വാർഷിക സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റോയി ചാത്തനാട്ട് ഉദ്ഘാടനം ചെയ്തു.
ഒരു 4 പേര് വെച്ച് മറ്റേ നമുക്കൊരു മീറ്റിംഗ് കൊടുത്തിരുമ്പോൾ അന്ന് ഞാൻ വളരെ സാധ്യത ചെയ്തതാണ്. അതിൽ നിന്ന് 100 പേരിൽ എത്തി. 2ാം വാർഷികം ആഘോഷിക്കുമ്പോൾ 100 പേരിൽ എത്തി എന്നുള്ളതാണ് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ വിശ്രമ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊന്ന് ഒന്നിച്ചുകൂടാനും നിങ്ങളുടെ പല കാര്യങ്ങൾ ആശയങ്ങൾ അങ്ങോട്ടും വലിയ തീരുമാനമൊക്കെ ആയിട്ട് ഒന്നിച്ചു കൂടുന്നതിന് യൂണിറ്റ് പ്രസിഡന്റ് E.K. രവിയുടെ നേതൃത്വത്തിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി കിങ്ങിണി രാജേന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം P.K. ഷാജി, A.P. രാജൻ, V.A. ജോസഫ്, P.G. കുര്യാക്കോസ്, ജോയി ആൻഡ്രൂസ്, ജോർജ് ജോസഫ്, ഓമന, C.P. ജോർജ്, P.D. ദേവസ്യ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഒക്ടോബർ 27 മുതൽ നവംബർ 2 വരെ സംസ്ഥാനത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന വിജിലൻസ് വാരാചരണത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി തൊടുപുഴ മുതലക്കോടം സെന്റ് ജോർജ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഇമ്മാനുവേൽ പോൾ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റേഴ്സ് ജെയിംസ് ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ഷാജു ജോസ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ SR സുരേഷ് ബാബു എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കുമായി അഴിമതി വിരുദ്ധ സെമിനാറുകൾ, വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ തുടങ്ങിയവ വിജിലൻസ് വാരാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടും. സ്വാഗത പ്രസംഗം നടത്തിയ സമയത്ത് ഇവിടെ സൂചിപ്പിച്ചു, സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തിവരുന്ന വിവിധ പ്രോഗ്രാമുകൾ ഇന്ത്യയിൽ ഉടനീളം നടക്കുകയാണ്. 1 വർഷത്തെ പ്രോഗ്രാമാണ് നടന്നത്. ആ 1 വർഷത്തെ പ്രോഗ്രാമുകൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഈ ഒരു അഴിമതി വിരുദ്ധ രാജ്യത്തിനു വേണ്ടിയുള്ള നമ്മളുടെ ഈ അഴിമതി വിരുദ്ധ വാരാചരണവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളും. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,410 രൂപ, പവന് 91,280 രൂപ, വെള്ളി ഗ്രാമിന് 170 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകാരന് 15 ദിവസത്തെ സമയം കൂടി നൽകി മന്ത്രി വീണ ജോർജ്. 15 ദിവസത്തിനകം നിർമ്മാണം വേഗത്തിലാക്കിയില്ലെങ്കിൽ കരാർ റദ്ദാക്കി കരാർ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കിടപ്പാട നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ആകുലത ഒഴിയുന്നില്ല. സേനാപതി ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബാങ്ക് പ്രസിഡന്റിനും ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനുമെതിരെ വിമർശനവുമായി കോൺഗ്രസ് പ്രവർത്തകർ. ബാങ്ക് പ്രസിഡന്റ് അടക്കമുള്ളവരെ നടപടിയെടുത്ത മണ്ഡലം കമ്മിറ്റി ഏകകണ്ഠമായിട്ടെന്നും ബ്ലോക്ക് സെക്രട്ടറി സജി ജോസഫ്. ഭൂനിയമ ഭേദഗതി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള പദ്ധതിയെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനധികൃതമായി പണം സമ്പാദിക്കാനുള്ള ഉപാധിയെന്നല്ലാതെ പ്രശ്നം പരിഹരിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് TC വർഗീസ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.